ചിറ്റടി മേത്തൽ എന്ന് പറയുന്നത് മഹാനവറുകളുടെ മഖാമാണ്, അവരുടെ ചില്ലയാണ്, അവരുടെ വാസസ്ഥലമാണ്. അവിടുന്ന് വഫാത്തായതിനു ശേഷം കോഴിക്കോട്ട് നിന്ന് വരുന്നത് മർക്കസിൻ്റെ വാഹനത്തിലാണ്. ചിറ്റടി മേത്തലേക്ക് ആ സമയമായപ്പോഴേക്ക് റോഡ് ശരിയാവുകയാണ്. അതുവരെ റോഡുണ്ടായിരുന്നില്ല. റോഡൊക്കെ തയ്യാർ ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരും. അങ്ങനെ അവിടത്തേക്ക് വരികയും ആ വീട്ടിൻ്റെ വരാന്തയിലേക്ക് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ജസദ് എടുത്തു വെക്കുകയും അതിനുശേഷം അവിടുത്തെ പിതാവിൻ്റെ കാൽപാദത്തിൽ അന്തിയുറങ്ങുകയും ചെയ്ത മഹാനവറുകൾ. ഖുത്ബുൽ ആലം വഈസു الزاهدين من مشارق الأرض إلى مغاربها ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹു, അവരുടെ ചരിത്രം സമൂഹത്തിൽ പറയപ്പെടേണ്ട ഒരു കാലമാണിത്. അവരെ കാണാത്ത, അവരെ അറിയാത്ത ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജനിച്ചു വളർന്ന പുതിയ തലമുറ അവരെ നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്തവരാണ്. തീർച്ചയായും അവർ വായിക്കുകയും കേൾക്കുകയും അറിയുകയും ചെയ്യണം. സമീപകാലത്തൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, അവരുടെ ശേഷം ഇനി ആര് എന്ന് ചോദിച്ച് അന്വേഷിച്ച് നടക്കുന്ന, അവർക്ക് മുമ്പും അവരോടടുത്ത കാലത്തൊന്നും ഈ നാട്ടിൽ അങ്ങനെ ഇല്ലാതിരുന്ന മഹത്തായൊരു വ്യക്തിത്വമാണ് മഹാനവറുകളുടേത്. അവിടുത്തെ തറവാട് ഭവനമായ ചിറ്റടി മേത്തൽ, അവിടുന്ന് വഫാത്തായതിനു ശേഷം കോഴിക്കോട്ട് നിന്ന് വരുന്നത് മർക്കസിൻ്റെ വാഹനത്തിലാണ്. ചിറ്റടി മേത്തലേക്ക് ആ സമയമായപ്പോഴേക്ക് റോഡ് ശരിയാവുകയാണ്. അതുവരെ റോഡുണ്ടായിരുന്നില്ല. റോഡൊക്കെ തയ്യാർ ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരും. അങ്ങനെ അവിടത്തേക്ക് വരികയും ആ വീട്ടിൻ്റെ വരാന്തയിലേക്ക് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ജസദ് എടുത്തു വെക്കുകയും അതിനുശേഷം അവിടുത്തെ പിതാവിൻ്റെ കാൽപാദത്തിൽ അന്തിയുറങ്ങുകയും ചെയ്ത മഹാനവറുകൾ. അപ്പോൾ ആ വീട് മഖാമാണ്. മഖാം എന്ന് പറയുന്നത് ഖബറിടത്തിനും മഖബറയ്ക്കും ചിലയിടങ്ങളിൽ മഖാം എന്ന് പ്രയോഗിക്കാറുണ്ട്. മഹാന്മാരിരുന്ന സ്ഥലം, അവർ ഇബാദത്ത് ചെയ്ത സ്ഥലം, അവർ താമസിച്ച സ്ഥലം, അതിന് മഖാം എന്ന് പ്രയോഗിക്കാറുണ്ട്. ജോർദാനിലെ സൈത്തൂൻ ഹില്ലിൽ ചെന്നാൽ അവിടെ പാലസ്തീനിലെ ജബൽ സൈത്തൂനിൽ സൽമാൻ അൽ ഫാരിസി തങ്ങളുടെ മഖാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. ഈജിപ്തിൽ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെയും റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയുടെയും മഖാമുകൾ കാണാം. അവരുടെ ഖബർ ഇറാഖിലാണെങ്കിൽ മഖാമ് ഈജിപ്തിലുണ്ട്. അത് ചില്ല ഷരീഫ് എന്ന പേരിൽ, അതുപോലെ പല നാമങ്ങളിലായിട്ട് മഹാന്മാരുടെ മഖാമുകൾ കാണാം. ആ അർത്ഥത്തിൽ ചിറ്റടി മേത്തൽ എന്ന് പറയുന്നത് മഹാനവറുകളുടെ മഖാമാണ്, അവരുടെ ചില്ലയാണ്, അവരുടെ വാസസ്ഥലമാണ്. ഈ ചിറ്റടി മേത്തൽ ഭവനത്തോട് ചേർന്ന്, ആ ഒരു മഖാമിനോട് ചേർന്നുകൊണ്ട് മഹാനവറുകളോട് യോജിച്ച രീതിയിൽ വലിയ ഖാൻഗാവും വലിയ ദർസുകളും ദീനീ സ്ഥാപനങ്ങളും ഉയർന്നു വരട്ടെ എന്ന് നാം പ്രത്യാശിക്കുകയാണ്. മഹാന്മാരുടെ ഖാൻഗാവുകൾ, പർണശാലകൾ, അഹ്ബാബുകൾ വന്ന് താമസിക്കുകയും അവർക്ക് രാവിലെയും വൈകുന്നേരവും ദർസും ക്ലാസ്സുകളും ലഭിക്കുകയും നിത്യമായുള്ള പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ബഗ്ദാദ് ഷരീഫിൽ ഹളറത്തുൽ ഖാദിരിയ എന്ന പേരിൽ
ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാം മഖ്ബറ ഉൾക്കൊള്ളുന്ന ആ സ്ഥലം അവരുടെ മദ്രസ തന്നെയായിരുന്നു. ഇന്നത് വലിയ മദ്രസ കോംപ്ലക്സാണ്. അതിൻ്റെ സമീപത്ത് മഹാനവറുകളുടെ ഷോർബഖാന എന്ന് പറഞ്ഞിട്ടുള്ള ലങ്കർ കൊടുക്കുന്ന സ്ഥലമുണ്ട്. രാവിലെയും വൈകുന്നേരവും നല്ല ആട്ടിറച്ചിയിട്ട കഞ്ഞിയാണ് അവിടെ കൊടുക്കുന്നത്. ഒരു ഫക്കീറിന് സ്ഥിരമായി താമസിക്കുന്ന ആൾക്ക് രാവിലെയും വൈകുന്നേരവും ആ ഒരു കഞ്ഞി കിട്ടിയാൽ അവരുടെ ജീവിതത്തിന് അത് മതിയാകും. മഹാനവറുകളുടെ തന്നെ വഖഫിൽ നിന്നുള്ള ലങ്കർഖാനയാണത്. ഷോർബഖാന എന്നാണ് അവിടെ പറയുന്നത്. ഇത്ആമു ജാഇഇൻ ഖൈറും മിൻ ഇൻഷാഇ അൽഫി ജാമിഇൻ. ആ ഷോർബഖാനയിൽ എഴുതി വെച്ചത് കാണാം. മഹാനവറുകളുടെ വചനമാണ്. ഒരു വിശക്കുന്നവനെ ഊട്ടുന്നത് 1000 മസ്ജിദ് ഉണ്ടാക്കുന്നതിനേക്കാൾ മഹത്തരമാണ് എന്ന്. നിലമുറിയാതെ അത് നടക്കുകയാണ്. നിരന്തരമായ യുദ്ധങ്ങൾ, ഇറാൻ ഇറാഖ് യുദ്ധവും അമേരിക്കൻ ഇറാഖ് യുദ്ധവും, ഇന്നും സമാധാനം വന്നിട്ടില്ലാത്ത ബാഗ്ദാദ് നഗരത്തിൽ ശാന്തമായി എപ്പോഴും നിലകൊള്ളുന്ന സ്ഥലമാണ് ഹദ്റത്തുൽ ഖാദിരിയ. അതുപോലെ അണമുറിയാത്ത ഭക്ഷണത്തിൻ്റെ ദാനകേന്ദ്രവും വിജ്ഞാനത്തിൻ്റെ സമ്പന്നമായ വിതരണ കേന്ദ്രവും എല്ലാമായി ഈ CM മൻസിൽ ചിറ്റടി മേത്തൽ എന്ന് പറയുന്ന ഈ ഭവനത്തെ മാറ്റിയെടുക്കുന്നതിന് അഹ്ബാബുകൾ മനസ്സുകൊണ്ട് നൽകുന്ന ഒത്താശകൾ, സ്നേഹം, മാസാന്ത ഖുതുബിയത്തിൽ കാണിക്കുന്ന താൽപ്പര്യം, മഹാനവറുകളുടെ മഹത്വത്തിൻ്റെ പ്രതീകമാണത്. നാം എല്ലാവരും ഒത്തൊരുമിച്ച് ഈ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാകാൻ സാധിക്കട്ടെ, തൗഫീഖുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അല്ലാഹു മഹാനവറുകളുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ.